കലൂർ സ്റ്റേഡിയത്തിലെ റെസ്റ്റോറന്റിൽ പൊട്ടിത്തെറി നടന്നതിൽ കടയുടമയ്ക്കെതിരെ കേസെടുത്തു. ഐഡലി കഫേ ഉടമ ദീപകിനെതിരെയാണ് കേസെടുത്തത്. ഇന്നലെ ഉണ്ടായ അപകടത്തിൽ മരിച്ച ബംഗാൾ സ്വദേശി സുമിത്തിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയാണ് റെസ്റ്റോറന്റ് പ്രവർത്തനമെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധന ഉണ്ടായേക്കും. 1.5 മാസത്തിനിടെ 2 അപകടങ്ങൾ നടന്ന കലൂർ സ്റ്റേഡിയത്തിൽ ഗുരുതരമായ സുരക്ഷാ ക്രമക്കേടുകളെന്ന് കണ്ടെത്തൽ. സ്റ്റേഡിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫയർ സേഫ്റ്റി ഉപകരണങ്ങളുടെ കാലാവധി കഴിഞ്ഞിട്ട് മാസങ്ങളായി. കാലാവധി കഴിഞ്ഞിട്ടും ഫയർ സിലിണ്ടറുകൾ മാറ്റി സ്ഥാപിച്ചില്ലെന്ന പരാതി ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ റെസ്റ്റോറന്റ് ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനവും മതിയായ സുരക്ഷാ സംവിധാനമില്ലാതെയാണ് നടന്നിരുന്നത്. ഇത് സ്റ്റേഡിയത്തിൽ അഗ്നിസുരക്ഷയ്ക്കായി സ്ഥാപിച്ചിരിക്കുന്ന സിലിണ്ടറുകളാണ്. ഇവയെല്ലാം കാലാവധി കഴിഞ്ഞതുമാണ്. സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും സ്മോക്ക് ഡിറ്റക്റ്റീവ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം കട്ട് ചെയ്തിട്ടുമുണ്ട്. ഫയർ സേഫ്റ്റി ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ബോക്സുകളെല്ലാം കാലിയാണ്. ചുരുക്കത്തിൽ പേരിനു മാത്രമാണ് കലൂർ സ്റ്റേഡിയത്തിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ. 2022 മുതൽ സ്റ്റേഡിയത്തിലെ സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്നാണ് പൊതുപ്രവർത്തകൻ പോളി വടക്കൻ വ്യക്തമാക്കുന്നത്. നാളെ ഇതുവരെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ റെക്ടിഫൈ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്റെ പുറകിൽ തന്നെ കാണാം സിലിണ്ടർ. ഇതെല്ലാം എക്സ്പയറി കഴിഞ്ഞാണ്. ഇവിടെ ഡ്യൂട്ടിയിൽ ഇവിടെ സ്റ്റേഡിയത്തിന് ചാർജുള്ള അനിൽ വർഗീസ് എന്നൊരു എഞ്ചിനീയറെ നേരിട്ട് ഇതെല്ലാം ബോധ്യപ്പെടുത്തി. അപ്പൊ എന്നോട് പറഞ്ഞു ഇതെല്ലാം AMC ചെയ്താണെന്ന്. ഉടനെ തന്നെ അവരെ വിളിച്ചു വരുകയും അവർ വന്നവിടെ പറഞ്ഞു സാറേ AMC ഒന്നും തന്നെ ചെയ്തിട്ടില്ല, കാരണം പൈസ അടയ്ക്കാത്ത കാരണം കൊണ്ട് ഒന്നും AMC ചെയ്തിട്ടില്ല. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള കടകളെല്ലാം പലതും തുറന്നിരിക്കുന്നുണ്ടായിരുന്നു. പകുതി കടകൾ അടച്ചിട്ടിരിക്കുന്നത്. കളി നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ്. ഞാൻ എല്ലാ കടകളിലും പോയി ചായ കുടിച്ചു, അവിടെ നിന്നെല്ലാം ബില്ല് വാങ്ങിച്ചു. കാരണം ഒരു പരാതി അയക്കുമ്പോൾ തെളിവ് വേണം, അതിനുവേണ്ടി മാത്രമായിട്ട്. സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ മിക്കതും പ്രവർത്തിക്കുന്നത് അനധികൃതമായാണെന്ന പരാതിയുമുണ്ട്. നിരവധി ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്ന ഇടമായിട്ട് കൂടി ഇതിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ നിബന്ധനകൾ പാലിക്കാറില്ല. റെസ്റ്റോറന്റുകൾ പലതും അവരുടെ സൌകര്യമനുസരിച്ച് തൂണുകളും ഭിത്തികളും മുറിച്ചുമാറ്റുകയും കാൽനടയ്ക്കായുള്ള ഇടങ്ങളിൽ കഫറ്റേരിയകൾ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപകടമുണ്ടായ ഐഡലി കഫേ പ്രവർത്തിക്കുന്നതും അനധികൃതമായാണെന്ന പരാതി ശക്തമാണ്. ലൈസൻസ് ഇല്ലാതെയാണ് കഫേയുടെ പ്രവർത്തനമെന്നും ആരോപണമുണ്ട്. അത് മറയ്ക്കാൻ തൊട്ടടുത്തായി സ്റ്റേഡിയത്തിന്റെ ഭാഗമല്ലാത്ത മറ്റൊരു ബിൽഡിംഗിലും ഐഡലി കഫേ പ്രവർത്തിച്ചു വരുന്നുണ്ട്. സ്റ്റേഡിയത്തിന്റെ റോഡിനെ സ്വന്തം പാർക്കിംഗ് ഏരിയയാക്കി റെസ്റ്റോറന്റുകാർ മാറ്റിയെന്ന പരാതിയുമുണ്ട്. ഇവിടെ കടകൾ എടുത്തിരിക്കുന്ന പലരും അവരുടെ മുൻഭാഗം കൊട്ടിയടക്കുകയും ഒരാൾക്ക് പോലും നടക്കാൻ പറ്റാത്ത രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കടകളുടെ മുൻവശത്ത് കൂടിയാണ് ഈ പവർ കേബിൾ പോകുന്നത്, എർത്തിങ് പോകുന്നത്. ഒരു കാരണവശാൽ അവിടെ ഒരാൾ നിൽക്കുകയോ ഇരിക്കാനോ പാടില്ലാത്ത സാഹചര്യത്തിലാണ് ഇതെല്ലാം തന്നെ മൂടിക്കഴിഞ്ഞു, എല്ലാം മൂടപ്പെട്ടു കഴിഞ്ഞു. ഏത് സമയത്തും ആ രീതിയിലുള്ള ഒരു ഇലക്ട്രിക് ഷോക്ക് അടിച്ച ആൾക്കാർ മരണപ്പെടാൻ സാധ്യത കൂടുതലാണ്. സ്റ്റേഡിയത്തിൽ സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ലെന്നും വിമർശനമുണ്ട്. സ്റ്റേഡിയത്തിൽ ഒരു തീപിടുത്തമുണ്ടായാൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ വലിയ ദുരന്തമായി മാറിയേക്കാമെന്ന ആശങ്കയുമുണ്ട്. ഒരൊറ്റ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിലും ബോക്സിലും നോസിലും അതേപോലെ തന്നെ റോളും പലതിലും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി താഴെ 1-2 ബോക്സിൽ വെച്ചാൽ വേറെ ഒന്നിലും ഒരു തീപിടുത്തം ഉണ്ടായാൽ, അതുപോലെ തന്നെ സ്മോക്ക് ഡിറ്റക്റ്റീവ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം എല്ലാ ഷോപ്പുകാരും അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. കാരണം സ്മോക്ക് വന്നാൽ ഷോപ്പുകളെല്ലാം തന്നെ സിലിണ്ടറും ഇതെല്ലാം ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് പെട്ടെന്ന് ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. അതേസമയം സ്റ്റേഡിയത്തിൽ റെസ്റ്റോറന്റുകൾ അനുവദനീയമല്ലെന്ന നിയമം നിലനിൽക്കെ നിരവധി കടകളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട് 1 മാസം മുൻപ് GCDA എല്ലാ കടകൾക്കും നോട്ടീസ് നൽകിയിരുന്നതുമാണ്. ന്യൂസ് 18 കൊച്ചി.